അങ്ങനെ നീണ്ട ഒരുപാട് ദിവസങ്ങളുടെ അല്ലെങ്കിൽ മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞാൻ യാത്രയാവട്ടെ. ഞങ്ങൾ ബി.എഡ് ചെയ്ത തിരുവനന്തപുരത്തേക്ക്. ഇതിൻ്റെ വീഡിയോ കുറേ ദിവസമായി എഡിറ്റ് ചെയ്യണം വിചാരിച്ചിരുന്നു. പനിയൊക്കെ പിടിച്ച കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരൂരിൽ നിന്ന് ഞാനും ജിജിയും റസിയാണ് പോകുന്നത്. പിന്നെ ഷൊർണൂരിൽ നിന്ന് ദീപ്തി കയറും. തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സബിൻ കയറും. ഞങ്ങൾ 5 പേരാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരുപാട് പേരുള്ള ഒരു നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലാണ്. 2011 ഞങ്ങൾ ഇറങ്ങി. 2009 2010 ഞങ്ങൾ ഇറങ്ങിയത് അവിടെ നിന്ന് ബി.എഡ് കഴിഞ്ഞിട്ട്. 11 കേട്ടോ, 2009-10 കാലഘട്ടത്തിൽ ബി.എഡ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിലൊരു ടീച്ചറെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് കോളേജിൽ പോകാനും അവിടെയുള്ള ഫ്രണ്ട്സിനെ കാണാനൊന്നും പറ്റിയില്ല. എല്ലാ ജില്ലകളിൽ നിന്നും 1-2 പേരുണ്ടായിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് കുറച്ച് പേരുണ്ടായെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിൽ നിന്നും 1-2 പേരടങ്ങിയ ഒരു നല്ലൊരു ബാച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കാണാൻ പോകുന്ന സന്തോഷത്തിലാണ്. ഞങ്ങൾ രാവിലത്തെ ട്രെയിനിലാണ് പോകുന്നത്. നേത്രാവതിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിനൊക്കെ വന്ന് ട്രെയിനിലൊക്കെ കയറി. വീഡിയോ നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പാർട്ടായിട്ടാണ് ഇടുന്നത്. ലെങ്ത് ആകുമ്പോൾ കാണാനും ബുദ്ധിമുട്ടാവും, എഡിറ്റ് ചെയ്യാനും എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് വന്നതിന് ശേഷം എനിക്ക് പനി പിടിച്ചു, പിന്നെ എൻ്റെ ഉമ്മയ്ക്ക് വയ്യാണ്ടായി, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ നേരം വൈകി കേട്ടോ. അത് ഞങ്ങൾ മെയ് 1 തീയതിയായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. ഞങ്ങൾ ഏപ്രിൽ 30 ഇവിടെ നിന്ന് പോകുന്നത്. നമ്മൾ തിരൂർ വിട്ടു. ഒരുപാട് സന്തോഷത്തോടു കൂടി പോവുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നുള്ള സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോവുക കേട്ടോ. ലഞ്ച് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവരവരുടെ വീട്ടിൽ നിന്ന് ചോറാണെങ്കിലും കറികളും എല്ലാവരും കൊണ്ടു. പണ്ടത്തെ ഓർമ്മയിൽ യാത്ര എല്ലാ മാസവും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നത് പഠിക്കുന്ന സമയത്ത്. ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദീപ്തി മാത്രമാണ് അതിൻ്റെ അകത്ത് ചപ്പാത്തി കൊണ്ടുവന്നത്. അവൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസൊക്കെ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ വൈകിട്ടെന്നും പറയാൻ പറ്റില്ല, 7 മണിയായിട്ടുണ്ടാവും. നമ്മളവിടെ ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ 7 മണിയായിട്ടുണ്ടായിരുന്നു. യാത്രയിൽ ഒരുപാട് റീൽസ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. റിസർവേഷൻ ചെയ്ത് പോയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് പോകാൻ പറ്റി. നമ്മുടെ സീറ്റൊക്കെ റെഡി ആയിരുന്നു. പിന്നെ ആണെങ്കിൽ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇതിൻ്റെ കൂടെ സീറ്റിൽ 3 പേരുണ്ടായിരുന്നത് നമുക്ക് ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കംഫർട്ടബിളായിട്ട് തന്നെ പോകാൻ പറ്റിയിട്ടാണ്. കണ്ടില്ല, ഇതൊക്കെ നമ്മൾ റീൽസിന് വേണ്ടി ചെയ്ത കാര്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചായയൊക്കെ വാങ്ങിച്ചു. ട്രെയിനിൽ നല്ല ചായ വാങ്ങിച്ചത്. ഒരു സ്റ്റേഷനിൽ എത്തിയപ്പോൾ പുറത്തിറങ്ങിയിട്ടാണ് ചായ വാങ്ങിച്ചത്. അതേപോലെ സ്നാക്സ് കാര്യങ്ങൾ ജിജിയാണെങ്കിലും റസിയും ദീപ്തിയും എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയിട്ട് 7 മണിക്കാണ് ഞാൻ എത്തുന്നത്. ദീപ്തി ഷൊർണൂരിൽ നിന്നും സബിത തൃശ്ശൂരിൽ നിന്നും കയറിയിട്ടുണ്ടായിരുന്നു. ബാക്കി പാർട്ട് 2 കാണാം കേട്ടോ വിശേഷങ്ങൾ.